പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ലോകത്തിലെ അത്ഭുതങ്ങളെക്കുറിച്ച് സംസാരിക്കാനാണ് ഈ ഒരു എപ്പിസോഡ് തുടങ്ങുന്നത്. ആദ്യം തന്നെ ഈ എപ്പിസോഡ് തുടങ്ങുന്നത് ഈ ഫോട്ടോയിൽ കാണുന്ന അതിപ്രശസ്തമായ ആസാദി ടവറിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. 1971 ഇറാൻ്റെ 2500 വർഷത്തെ ചരിത്രം അനുസ്മരിച്ച് നിർമ്മിച്ചതാണ് ഇത്. ഉയരം ഏകദേശം 45 മീറ്റർ, അതായത് 148 അടി. വെളുത്ത മാർബിൾ കൊണ്ടാണ് ഇത് പ്രധാനമായും നിർമ്മിച്ചിരിക്കുന്നത്. പേർഷ്യൻ, ഇസ്ലാമിക്, ആധുനിക വാസ്തുശൈലികളുടെ മനോഹരമായ സംയോജനമാണ് ഇത്. ഇന്ന് ടെഹ്റാൻ നഗരത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ ലാൻഡ്മാർക്കുകളിൽ ഒന്നാണ്. ഇതിന് ആസാദി അല്ലെങ്കിൽ സ്വാതന്ത്ര്യം എന്ന പേര് ലഭിച്ചതിൻ്റെ പിന്നിലെ കഥ. ആസാദി ടവർ എന്ന പേരിൻ്റെ അർത്ഥം സ്വാതന്ത്ര്യത്തിൻ്റെ ഗോപുരം, ടവർ ഓഫ് ഫ്രീഡം എന്നാണ്. 1969 ഈ ടവർ നിർമ്മാണം ആരംഭിച്ചു. 1971 ഇറാൻ്റെ പുരാതന പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ 2500ാം വാർഷികത്തോടനുബന്ധിച്ചാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ആദ്യം ഇതിൻ്റെ പേര് ഷഹ്യാദ് ടവർ എന്നായിരുന്നു. അതിൻ്റെ അർത്ഥം രാജാവിൻ്റെ സ്മാരകം എന്നതാണ്. 1979 നടന്ന ഇറാനിയൻ വിപ്ലവത്തിന് ശേഷം രാജഭരണം അവസാനിക്കുകയും പുതിയ ഭരണകൂടം നിലവിൽ വരികയും ചെയ്തു. അപ്പോഴാണ് ഇതിൻ്റെ പേര് ആസാദി ടവർ എന്ന് മാറ്റിയത്. ഈ ടവറിൻ്റെ രൂപകൽപ്പന നിർവഹിച്ചത് ഒരു യുവ ഇറാനിയൻ വാസ്തുശില്പിയാണ്. പുരാതന പേർഷ്യൻ ശൈലിയിലും ഇസ്ലാമിക വാസ്തുവിദ്യയും ആധുനിക രൂപകൽപ്പനയും ഒരുമിച്ചു ചേർന്ന അതുല്യമായ നിർമ്മിതിയാണ് ഇത്. ഏകദേശം 8000-ലധികം വെളുത്ത മാർബിൾ കല്ലുകൾ ഉപയോഗിച്ചാണ് ഈ ടവർ നിർമ്മിച്ചിരിക്കുന്നത്. ഇനി ടവറിനകത്ത് എന്തൊക്കെയാണെന്ന് നോക്കാം. ടവറിനകത്ത് ഒരു മ്യൂസിയമുണ്ട്, ചരിത്ര പ്രദർശനങ്ങൾ കാണിക്കുന്ന സ്ഥലമുണ്ട്, കലാപ്രദർശന ഹാളുകളുണ്ട്, നിരീക്ഷണ ഭാഗം എന്നിവയുണ്ട്. ഇന്ന് ടെഹ്റാനിലെ ഏറ്റവും പ്രശസ്തമായ പ്രതീകമാണ് ഈ ടവർ. ദേശീയ ആഘോഷങ്ങൾ, പൊതുയോഗങ്ങൾ, സാംസ്കാരിക പരിപാടികൾ എന്നിവയ്ക്ക് ചുറ്റുമുള്ള ആസാദി സ്ക്വയർ പ്രധാന വേദിയായി ഉപയോഗിക്കപ്പെടുന്നു. മുന്നിലൊരു മനോഹരമായ ജലാശയം കൂടെയുണ്ട്. അതിലേക്ക് ഈ ടവറിൻ്റെ പ്രതിബിംബം വീഴുമ്പോൾ അതിൻ്റെ ഭംഗി ഒന്നുകൂടി ഇരട്ടിയാകുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ, അടുത്ത വീഡിയോയിൽ ഇനി മറ്റൊരു ലോകാത്ഭുതവുമായിട്ട് അതിൻ്റെ വിശേഷങ്ങളുമായിട്ട് വരാം. ടാറ്റാ, ബൈ ബൈ.